നമസ്കാരം. സുവാണി ചാനലിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള ഒരു ലോകത്തിലേക്കുള്ള സഞ്ചാരമാണ് ഈ ചാനലിൻ്റെ ഏറ്റവും പ്രധാന ആയുധം. ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരുപാട് തലങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. നമ്മൾ ചെയ്യുന്നൊരു കർമ്മം അതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആദിമ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിൽ മുഴുവൻ ആധുനിക ഇന്ത്യയിലും അത് തന്നെയാണ് നടക്കുന്നത്, പുരാതന ഇന്ത്യയിലും അത് തന്നെയാണ് നടന്നത്. ലോകത്തെല്ലായിടത്തും അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എന്നാലും കൂടുതലും ഈ ലബോറട്ടറി പരീക്ഷണവും ഫീൽഡ് തല പരീക്ഷണവും നിരീക്ഷണവും ഒബ്സർവേഷനും ഒക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മനസ്സിനകത്ത് നടക്കുന്ന മനസ്സിൻ്റെ ബോധം, ഉപബോധം, അവബോധം, മനസ്സിൻ്റെ ചിന്തകൾ, മനസ്സിൻ്റെ വ്യാകുലതകൾ, മനസ്സിൻ്റെ ദുഃഖങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു മനുഷ്യൻ്റെ അന്വേഷണ വിഷയമായിരുന്നു. മനസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് കണ്ടുപിടിച്ചു മനുഷ്യൻ. ഇത് ബുദ്ധിയാണോ അല്ലെങ്കിൽ തലച്ചോറിലാണോ ഇരിക്കുന്നത്, ഹൃദയത്തിലാണോ ഇരിക്കുന്നത്? പല വികാരങ്ങൾ, ഇപ്പോൾ മനുഷ്യൻ്റെ പല വികാരങ്ങളും, ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നൊരു വികാരമാണ്, സ്നേഹം എന്നൊക്കെ പറയാം. അതിൻ്റെ സിമ്പൽ ലവ്, അതിൻ്റെ സിമ്പൽ കാണിക്കുന്ന ഹൃദയമാണ്. ഹൃദയവും ലവുമായിട്ടെന്ന് ബന്ധം ഹൃദയത്തിൽ നിന്നല്ലല്ലോ. ഹൃദയത്തിന് അങ്ങനെ ചിന്തകളുള്ളൊരു അവയവമല്ലല്ലോ, അതിൻ്റെ പർപ്പസ് വേറെ അല്ലേ. പക്ഷേ എന്നാലും ശരീരത്തിൽ ഹൃദയം നിർവഹിക്കുന്നത് ചിന്തകളുടെ ഒരു പർപ്പസ് അല്ലല്ലോ, ഒരു ജോലിയല്ല. പക്ഷേ എന്നാലും ഹൃദയപൂർവ്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയത്തെയാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. മനസ്സെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യന്. അത് കേവലം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോധത്തിൻ്റെ ആകത്തുക എന്ന് പറയാം. അത് നമ്മുടെ ഒരു സ്വത്വമാണ്, നമ്മുടെ ഒരു ഉന്മയാണ് എന്ന് പറയാം. ഈ മനസ്സിന് പല തലങ്ങളുണ്ട്. ബോധ മനസ്സുണ്ട്, കോൺഷ്യസ് മൈൻഡുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നു, ഇത് മൊബൈലാണ്, ഇതെൻ്റെ ഷർട്ടാണ്, ഞാൻ ഒരു വ്യക്തിയാണ്, എൻ്റെ പേരിതാണ്, അതുപോലെ ഇപ്പോൾ ഇത് ചുവരാണ്, ഇത് പാറ കൊണ്ടുണ്ടാക്കിയതാണ്, ഇത് തടിയാണ്. ഇങ്ങനെ നമ്മൾ കാണുന്ന വസ്തുക്കളെ, പഞ്ചേന്ദ്രിയങ്ങൾ, കേൾക്കുന്ന വസ്തുക്കളെ, കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, മണക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ബോധ മനസ്സിന് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബോധ മനസ്സ് നഷ്ടപ്പെടുന്നവരാണ് പലതും അസുഖങ്ങളായിട്ട് വരുന്ന ലുണാറ്റിക്കായിട്ടൊക്കെ വന്നിട്ട് നെർവസ് സിസ്റ്റമൊക്കെ മാറി ബോധ മനസ്സ് നഷ്ടപ്പെടുമ്പോൾ പലതും എന്താണെന്ന് അവർ ചോദിക്കുന്നത്, മറവിയൊക്കെ വരുന്നത്. അപ്പോൾ ബോധ മനസ്സെന്നൊരു മനസ്സുണ്ട്. അതുപോലെ തന്നെ ഒരു മനസ്സാണ് ഉപബോധ മനസ്സ്, ഒരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട് മനുഷ്യർക്ക്. ബോധ മനസ്സിനാണ് രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഉള്ളത്. ഈ ബോധ മനസ്സിനാണ്. ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാഗമില്ല. അവിടെ ശരിയില്ല, തെറ്റില്ല, ഒന്നുമില്ല, എല്ലാം ആക്ഷനാണ്. ഇപ്പം നമ്മളൊരാളെ കൊല്ലുമ്പോൾ ഒരു ആക്ഷൻ നടക്കും. ഒരു ഉറുമ്പിനെ കൊന്നു, ആളിനെ വെക്കുക, ഒരു കുന്നിനെ കൊന്നു, ഒരു ആക്ഷൻ നടക്കും. ആക്ഷനാണ് ഉപബോധ മനസ്സിലേക്ക് പോകുന്നത്. അല്ലാതെ കൊന്നത് തെറ്റാണ് എന്നുള്ള ചിന്ത ഉപബോധ മനസ്സിൽ പോകില്ല. അത് പോയെങ്കിൽ പിന്നെ നമ്മൾ കൊല്ലത്തില്ല, പിന്നെ കൊല്ലത്തില്ല. അത് ഉപബോധ മനസ്സിലേക്ക് പോകുന്നത് ഒരു ആക്ഷനാണ്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, പഠിക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, കാണാതെ പഠിക്കുന്ന, ഇതെല്ലാം ഉപബോധ മനസ്സിൽ കോടാനുകോടി ഡേറ്റ സെല്ലുകളിലേക്ക് ഇത് എടുത്തു വെക്കും. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് ബോധ മനസ്സിലേക്ക് വരും. 4ാം ക്ലാസ്സിൽ പഠിച്ച പാട്ട് എന്നും നമ്മൾ പാടിക്കൊണ്ട് നടക്കാറില്ല. പക്ഷേ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ, ഒരു അന്തരീക്ഷം വരുമ്പോൾ ആ പാട്ട് നമുക്കറിയാതെ നമ്മൾ നന്നായിട്ടന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരും. ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ തല്ലി, വർഷങ്ങൾ കഴിഞ്ഞു, മറന്നുപോയി. യഥാർത്ഥത്തിൽ അത് മറന്നുപോയി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞൊരു കല്യാണത്തിന് കണ്ടപ്പോഴാണ്, വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ അവൻ എന്നെ തല്ലിയതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് പോയി, മുറിവൊക്കെ വന്നതൊക്കെ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ ആ വേദന കിടപ്പുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇന്നലെയെപ്പോലെ അത് ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഉപബോധ മനസ്സെന്ന് പറയുന്നൊരു സ്റ്റോറേജ് പ്ലേസാണ്. പക്ഷേ അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ശരി തെറ്റുകൾ വെച്ചുകൊണ്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് എന്നെ ഒരാൾ തല്ലി, അല്ലെങ്കിൽ ഞാനൊരാളെ ഞാൻ തല്ലിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ അയാളെ കണ്ടപ്പോൾ പഴയതയാൾ ഓർത്ത് വയ്ക്കുമോ, എന്നോട് ദേഷ്യം കാണിക്കുമോ എന്നുള്ളത്
എൻ്റെ ഉപബോധ മനസ്സിലെ ആക്ഷൻ പോയത് ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ബോധ മനസ്സാണ് എന്നോട് പറയുന്നത്, ഡേ മാറി നിൽക്ക്, പണ്ട് നീ അവനെ തല്ലിയിട്ടുള്ളതാണ്, അവൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്, ഇപ്പോൾ കുറച്ച് തടിയും കൂടെ വെച്ചിരിക്കുകയാണ്, ചിലപ്പോൾ തല്ല് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ തെറി തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴയ ദേഷ്യം കാണിക്കും നിന്നോട്, അതുകൊണ്ട് നീ മാറി നടക്കൂ എന്ന് ഉപബോധ മനസ്സല്ല എനിക്ക് പറഞ്ഞിരുന്നത്, എൻ്റെ ബോധ മനസ്സാണ്. അപ്പോൾ ഉപബോധ മനസ്സിനെയാണ് എല്ലാവരും കണ്ടീഷൻ ചെയ്യിക്കുന്നത്, ഉപബോധ മനസ്സിനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്. എല്ലാ തീവ്രവാദികളുടെയും ഉപബോധ മനസ്സിലേക്കാണ് എന്ത് കടത്തിവിടുന്നത്, ഈ മതചിന്തയും തീവ്രചിന്തയും ഒക്കെ കടത്തിവിടുന്നത് ഉപബോധ മനസ്സിലേക്കാണ്. 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം വായിക്കുകയോ പഠിക്കുകയോ എഴുതുകയോ ചിന്തിക്കുകയോ കാണുകയോ ചെയ്താൽ അത് ഉപബോധ മനസ്സിലേക്ക് പോകും എന്നാണ് മാനിഫെസ്റ്റേഷൻ്റെ തിയറി പറയുന്നത്, മോട്ടിവേഷൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് 21 ദിവസം തുടർച്ചയായി മനസ്സിനെ കണ്ടീഷൻ ചെയ്താൽ പിന്നെ പഠിക്കാതിരിക്കാൻ കഴിയില്ല. 21 ദിവസമാണ് തുടർച്ചയായി പറയുന്നത്. അപ്പോൾ 21 ദിവസം തുടർച്ചയായി മനസ്സിനെ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ പറ്റും, ഏത് കാര്യവും മാറാൻ പറ്റും, വാസനകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, മാറ്റാൻ പറ്റും. കർമ്മത്തിലൂടെ വാസന മാറും, അത് വേറൊരു കഥയുണ്ട്, അത് നമുക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിൽ നോക്കാം. വാസന എന്താണെന്ന് തന്നെ പഠിക്കാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബോധ മനസ്സായി, ഉപബോധ മനസ്സിലായി. പിന്നെ ഒരു അബോധ മനസ്സുണ്ട് നമുക്ക്. നമ്മൾ ഉറങ്ങുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു മൈൻഡ്, നമ്മൾ ഉറങ്ങുമ്പോൾ അതാണ് സ്വപ്നങ്ങളൊക്കെ കൂടുതൽ കാണുന്നത്, ഒരു അബോധ മനസ്സാണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു മൈൻഡുണ്ട് മനുഷ്യൻ. അവിടെ നമ്മൾ സ്വപ്നങ്ങൾ കാണും. അത് പലപ്പോഴും കാണുന്നത് നേരത്തെ ഉള്ള ബോധ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ കണക്ഷനായിരിക്കും ഈ എവിടെ പോയിരിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളുടെ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ബോധ മനസ്സ് എന്ന് പറയുന്നതുണ്ട്, ഉപബോധ മനസ്സുണ്ട്. ഒരു കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്, നമുക്ക് കോൺഷ്യസ്നെസ് ഉള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും രുചിക്കുകയും മണക്കുകയും ഒക്കെ ചെയ്യുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന കാര്യങ്ങളെ മനുഷ്യൻ്റെ ചിന്തയിലേക്ക് പോയാൽ അതിന് മനസ്സ് അവിടെ നിന്ന് ആക്ട് ചെയ്യും. മനസ്സാക്ട് ചെയ്ത് ബ്രെയിനിന് ഓർഡർ കൊടുക്കും. ബ്രെയിനിൽ നിന്ന് നമുക്ക് ഉത്തരവ് ചെയ്യേണ്ടി വരും. നമ്മുടെ കാലിൽ ഒരാൾ ഒരു ഉറുമ്പ് കടിച്ചാൽ ഇപ്പോൾ തന്നെ മെസ്സേജ് തലച്ചോറിന് പോകും, നമുക്കൊരു ചിന്ത വരും, കാല് ചൊറിയണം, അല്ലെങ്കിൽ അത് ഒന്ന് അതിന് വേദന വരും, മുറിവ് വന്നാൽ ഉടൻ നമുക്ക് മെസ്സേജ് പോകും ശരീരത്തെ ഏത് ഭാഗത്തിനും. അപ്പം അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഈ മെസ്സേജുകൾ വരും. ഈ മെസ്സേജുകളെല്ലാം കോടാനുകോടി മെസ്സേജുകളാണ് മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ തലച്ചോറിലേക്കും ബോധമനസ്സിലേക്കും കയറുന്നത്. അതിൽ കുറേ അധികം സാധനങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് പോകും. അത് അനുകൂല സാഹചര്യം വരുമ്പോൾ ബോധ മനസ്സിലേക്ക് വരും. ഇതാണ് പഠനത്തിൻ്റെയൊക്കെ ഒരു രീതിയായി പറയുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയില്ല, തെറ്റില്ല, അവിടെ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ, അവിടെ രൂപങ്ങൾ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ആറ്റത്തിന് രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആറ്റത്തിന് രൂപമില്ലല്ലോ. ആറ്റത്തിൻ്റെ രൂപം എന്ന് പറയുന്ന ഒരു ഘടന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലാതെ അതിൻ്റെ കറക്റ്റായിട്ടൊരു ഭാവവും രൂപവും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതല്ലോ. അത് പഠനത്തിന് വേണ്ടി നമ്മൾ ചില സൗകര്യങ്ങളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇത് കാണാത്തൊരു വസ്തുവാണ്. നമ്മൾ ഇത് കോടിക്കണക്കിനാണ് ഈ ഡേറ്റ ഷെയർ ചെയ്ത് സെല്ലുകളായി ഇങ്ങനെ അടുക്കി ലൈബ്രറിയിൽ അടുക്കി വച്ചിരിക്കുന്നത്. ഒന്നിന് പുറകെ ബാങ്കിൻ്റെ ലോക്കറിൽ വച്ചിരിക്കുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി. ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ മെമ്മറി പവർ അനുസരിച്ചാണ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത്. 1, 2 പ്രായോഗിക വലിയ ഘടകമാണ്. മെമ്മറി പവർ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സോഫ്റ്റ്വെയർ കണ്ടീഷനാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര ആഴത്തിലാണോ അകത്തോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും. വെറുതെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും, ബോധ മനസ്സിന് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നത് നല്ലത്. ഇപ്പോൾ കലണ്ടറൊക്കെ നമ്മളെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നത്, നമ്മൾ ആണി അടിച്ച് കലണ്ടർ വെച്ചാൽ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ തമ്പ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ അത് കോടാനുകോടി ഡേറ്റയാണ് നമ്മളെ ഉപബോധ മനസ്സിൽ നിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിനെയാണ് ഈ സൈക്കാട്രികളിലും മെഡിറ്റേഷനിലും മോട്ടിവേഷനിലും പിന്നെ അതുപോലെയുള്ള ഈ സംവിധാനങ്ങളിലൊക്കെ കണ്ടീഷൻ ചെയ്യുന്നത് ഉപബോധ മനസ്സിനെയാണ്. ഉപബോധ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഉയർത്തും. ആ ഉപബോധ മനസ്സിനെ ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോധ മനസ്സിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരികയും ബോധ മനസ്സുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ബോധ മനസ്സുകൊണ്ടാണ്.
പഠിക്കുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ബോധ മനസ്സാണ്. സംഗീതം കേൾക്കുന്നതൊക്കെ ബോധ മനസ്സാണ്. പക്ഷേ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗീതം കേൾക്കുമ്പോൾ ബോധ മനസ്സാണ് നമുക്ക് ആസ്വാദ്യം തരുന്നത്. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ലൈൻസ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉപബോധ മനസ്സിലേക്ക് കയറിപ്പോകും. അത് നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോധ മനസ്സിലേക്ക് വരും. ബോധ മനസ്സിൽ ഈ സംഗീതം കൂടെ കയറ്റുമ്പോൾ ബോധ മനസ്സിൽ നിന്ന് സംഗീതം വരുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ബോധ മനസ്സിലാണ് ഈ ബഹളം എല്ലാം പ്രോസസ്സെല്ലാം നടക്കുന്നത് ബോധനിലയത്തിലാണ് നടക്കുന്നത്. ഉപബോധ എന്ന് പറയുന്നത് ഗോഡൗണാണ്. അവിടെ ഈ പ്രോസസ്സൊന്നും നടക്കുന്ന സ്ഥലമല്ല. അവിടെ സ്റ്റോറേജ് സ്പേസാണ് അവിടെ കൂടുതലുള്ളത്. അത് ചെറിയ കാര്യങ്ങളല്ല, കോടാനുകോടി കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ രാവിലെ കണ്ട കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ കാണുന്ന കാര്യങ്ങൾ ഓരോ സെക്കൻഡിൽ സ്റ്റോറേജ് നടക്കുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ ഇതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ പുറത്ത് വരും. അപ്പോൾ മനസ്സിൻ്റെ ഈ 3 ഘടകങ്ങൾ, 3 കണ്ടീഷൻസ്, 3 അവസരങ്ങൾ അല്ലെങ്കിൽ 3 അവസ്ഥകൾ, 3 മേഖലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഇങ്ങനെ 3 മേഖലകളുണ്ടെന്നും 3 ലെയർ ഉണ്ടെന്നും, ഒരു ബോധമണ്ഡലത്തിൻ്റെ ലെയർ ഉണ്ടെന്നും, ഒരു ഉപബോധ മണ്ഡലത്തിൻ്റെ ലെയർ ഉണ്ടെന്നും, ഒരു അബോധാവസ്ഥയിലുള്ള ഒരു ലെയർ ഉണ്ടെന്നും. അബോധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വെറുതെ ഇരിക്കുമ്പോഴെന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴാണ് കൂടുതലും അബോധാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഉണർത്തണം എന്നാണ് പറയുന്നത്. അവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അവിടെ ഉണർത്തി വളരെ കൃത്യമായി നമ്മൾ അതാണ് ഈ മുന്നോട്ടുള്ള ആത്മീയതയൊക്കെ പറയുന്നത് തന്നെയാണ്. മനുഷ്യൻ്റെ ബോധ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപബോധ മനസ്സിനെ ഗോഡൗൺ സെറ്റാക്കി നിർത്തുക. നല്ല ഗോഡൗൺ ആണെങ്കിൽ അവിടെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുത്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് പുറത്തു കൊടുക്കുക. അപ്പോൾ പ്രോസസ്സ് നടക്കുന്നത് ബോധ മനസ്സിലാണ്, പ്രോഡക്റ്റ് സേവ് ചെയ്യുന്നത് ഉപബോധ മനസ്സിലാണ്. അത് കൃത്യമായി ഒന്ന് പഠിച്ചാൽ നല്ല രസമായിരിക്കും. ഇത് ഭൗതികമായിട്ട് കൂടെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഈ മോട്ടിവേഷൻ തിയറിയിലൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സിലുണ്ടാകുന്ന കണ്ടീഷനുകളും കാര്യങ്ങളും കൃത്യമായി ബോധ മനസ്സിലേക്ക് കൊണ്ടുവരികയും ബോധ മനസ്സിൽ നിന്ന് ഇത് നമുക്ക് പ്രോസസ്സിലൂടെ പ്രോഡക്റ്റിനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ, അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് പോകുമ്പോൾ അത് പാസ്റ്റ് കണ്ടീഷനിലേക്ക് കയറി കഴിയും. അവിടെ പ്രസൻറ്റ് കണ്ടീഷനും പാസ്റ്റ് കണ്ടീഷനും ഇല്ല. അവിടെ കണ്ടീഷനില്ല, ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. കണ്ടീഷനൊന്നുമില്ല. പക്ഷേ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മളതിൽ വരുമ്പോൾ അത് പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ നിമിഷം വരെ പോയ കാര്യങ്ങളാണ് ഉപബോധ മനസ്സിലേക്ക് കയറുന്നത്. അടുത്ത നിമിഷത്തെ നമ്മൾ കയറാൻ പറ്റില്ല. അത് വേറൊരു കാഴ്ചപ്പാടാണല്ലോ, മനസ്സിൻ്റെ ചിന്തയുടെ വേറൊരു തലമാണ്. അപ്പോൾ കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, മണത്തത്, രുചിച്ചത്, ഈ കാര്യങ്ങളെല്ലാം പാസ്റ്റിലേക്ക് റെക്കോർഡ് ചെയ്ത് പോകും. ഈ റെക്കോർഡ് ചെയ്ത് പോകുന്നതിനെ നമുക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് മെമ്മറിയിലൂടെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരണം, ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതിന് അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോഴായിരിക്കും പലപ്പോഴും പ്രസൻറ്റ് കണ്ടീഷൻ വരുന്നത്. പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും പഴയ കാര്യങ്ങൾ ഓർമ്മ വരും, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരിക. പിന്നെ പാടാൻ ഉള്ള സ്റ്റേജിലോ അല്ലെങ്കിൽ അതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാവുമായിരിക്കും പാട്ട് ഓർമ്മ വരിക. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പാട്ട് ഓർമ്മ വരണമെന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്തായിരിക്കും? പഴയ കാലത്ത് മുൻകാലത്ത് കഴിച്ച ഭക്ഷണങ്ങളുടെ ആ സെല്ലായിരിക്കും നമുക്ക് കിട്ടി, അതായിരിക്കും നമുക്ക് ഓർമ്മയായിട്ട് തരുന്നത്. അല്ലാതെ അവിടെ പാട്ടല്ല ഓർമ്മ തരുന്നത്. അതേസമയം നമ്മൾ പാട്ട് പാടാനൊരു സ്ഥലത്തിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെ പാട്ട് കേൾക്കാനൊരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഇന്നലെ കഴിച്ച ബിരിയാണിയല്ല മനസ്സിൽ കയറി വരുന്നത്, ബോധ മനസ്സിലേക്ക് വരുന്നത് പണ്ടെന്നോ കേട്ടൊരു പാട്ടാണ് കയറി വരുന്നത്, എപ്പോഴോ വായിച്ചൊരു കവിതയാണ് കയറി വരുന്നത്. ഇങ്ങനെയാണ് മനസ്സിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇറങ്ങി വരും. എപ്പോൾ ഇറങ്ങി വരും? അനുകൂല സാഹചര്യം. അത് കൃത്രിമമായി ഉണ്ടാക്കിയാലും ഇറങ്ങി വരും, അല്ലാത്ത സാഹചര്യത്തിലും ഇറങ്ങി വരും. കൃത്രിമമായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഗീത കച്ചേരി നടത്തുന്നു, കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്ന സാഹചര്യമല്ലേ, ഒരിടത്ത് പോകുന്നു. അതേസമയം സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയോയിൽ ഇപ്പോൾ പോകുന്നു, ഒരു പാട്ട് വഴിയിൽ കേൾക്കുന്നു, നമ്മളുണ്ടാക്കിയ പാട്ടൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മളതിനകത്തൊരു ആ കണ്ടീഷൻ, അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. അമ്പലത്തിൽ കേട്ട പാട്ടാണ് അല്ലെങ്കിൽ പള്ളിയിൽ കേട്ട പാട്ടാണ് നമ്മളത് വഴി. പക്ഷേ കേട്ടപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട 100 പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നത്. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനും കഴിയില്ല. അത് നല്ല രസകരമാണ്. വൈശാലി എന്ന സിനിമയിൽ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന കഥാപാത്രവും വൈശാലി എന്ന് പറയുന്ന കഥാപാത്രവുമുണ്ട്. ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം വനിത എന്ന് പറയുന്ന ആ മുനികുമാരൻ്റെ മനസ്സിൽ വനിത, സ്ത്രീകൾ എന്ന് പറയുന്ന രൂപം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശരീരഘടനയെ ഒന്നും കണ്ടിട്ടില്ലാത്ത മുനികുമാരന് സ്ത്രീയെ കണ്ടപ്പോൾ ആദ്യമായി വൈശാലിയെ കാണുമ്പോൾ അത് സ്ത്രീയാണോ എന്താണ് എന്നുള്ള, അത് പുറത്തൊക്കെ വരയ്ക്കുന്ന ചിത്രമൊക്കെ ഉണ്ട്. ഈ വളരെ രസകരമാണ് ആ ചിത്രം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്?
തൻ്റെ ഉപബോധ മനസ്സ്, മുനികുമാരൻ്റെ ഉപബോധ മനസ്സിൽ സ്ത്രീ എന്ന ബിംബം നേരത്തെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലുമൊക്കെ മനസ്സിൽ ഈ ബിംബങ്ങൾ കയറുന്നത് ഒന്നുകിൽ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുന്നതായിരിക്കും, അനുഭവങ്ങളിലൂടെയാണ്. കണ്ടറിയുക, കേട്ടറിയുക, രുചിച്ചറിയുക, പഞ്ചേന്ദ്രിയം കൊണ്ട് പിന്നെ അനുഭവങ്ങളിലൂടെ അറിയാൻ പറ്റും. മറ്റൊരാൾ പറഞ്ഞു അറിയുന്ന പോലെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഈ കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല? ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്നാൽ നമുക്ക് വേറെന്തോ ആണെന്നുള്ള അതിൻ്റെ അർത്ഥത്തെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു കയറ് എന്ന് പറയുന്ന കയറാണെന്ന് നമുക്ക് ബോധ മനസ്സിന് അറിയണമെങ്കിൽ ഉപബോധ മനസ്സിൽ നേരത്തെ കയറാണെന്ന് സെറ്റ് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്ക് ബോധ മനസ്സിൽ, അല്ലെങ്കിൽ എന്തോ ഒരു വസ്തുവാണ് എന്നറിയാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരണം, ഒന്നുകിൽ എഴുതി തരണം, പറഞ്ഞു തരണം. അല്ലാതെ ഇതുവരെ ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. കയറെന്ന ബിംബത്തെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടാൽ അത് കയറെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ പറയത്തുമില്ല കയറെന്ന്, എന്തോ ഒരു സാധനം. പക്ഷേ അത് മറ്റൊരാളൊന്ന് നേരത്തെ സെറ്റ് ചെയ്ത ഒരാൾ വന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണണം. എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മാത്രമേ വീണ്ടും ഉപബോധ മനസ്സിൽ ഇത് സെറ്റ് ചെയ്യുകയുള്ളൂ. ഇത് നല്ല രസകരമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെടുത്തി കുറേ ക്ലാസ്സുകളൊക്കെ പ്രഭാഷണത്തിൽ പോകുമ്പോൾ ഈ ഒരു മേഖല ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമാണ്. മനസ്സിൻ്റെ 3 കണ്ടീഷൻസ്, 3 അവസ്ഥയും പഠിക്കുക എന്നുള്ളത്. ബോധ മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപബോധ മനസ്സാണ് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും പ്രോഡക്റ്റുകളെയും സ്റ്റോർ ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്ത് തരുന്നത്. അനുകൂല സാഹചര്യം വരുമ്പോൾ നമുക്കതിനെ പ്രോസസ്സ് ചെയ്ത് തരും. വീണ്ടും സാഹചര്യം മാറുമ്പോൾ ഇത് വീണ്ടും ഗോഡൗണിലേക്ക്, ഹാർഡ്വെയറിലേക്ക് കയറി പോകും. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാം.